ഇന്ന് നോമ്പായോണ്ട് വലിയ പെലച്ചക്കനെ വന്ന് നീപ്പിച്ചു. ആദ്യത്തെ നോമ്പായോണ്ട് തന്നെ ഞാൻ പല്ലും തെച്ച് മോൻ കേക്ക് ചോറുന്നാനിരുന്നു. ഇപ്പം പല്ല് വെച്ചിക്കണേ എനിക്കറിയില്ല. ഞാൻ വന്നപ്പോൾ ചോറും പ്ലേറ്റിന് മുമ്പിൽ അങ്ങനെ ചോറൊക്കെ തിന്ന് ഞാനും വലിയ പാത്രം മുറം പോയി. പൗതിക്കൊന്ന് വലിയ വേം ഇന്നിക്കണ്. പിന്നെ അവിടെ കുത്തിരുന്ന പാത്രമൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കും. ഉമ്മ രാവിലെ തന്നെ കുറാനോ തുടങ്ങിക്കണം. വലിയമ്മക്ക് എന്താ പരിപാടി എനിക്കറിയില്ല. അതിവിടെ അങ്ങോട്ട് കൂടി നടക്കുന്നുണ്ട്. പിന്നെ ലൈറ്റ് ഒക്കെ ഓഫാക്കി ഞാൻ പോയി കടന്നു. രാവിലെ നീച്ചപ്പോൾ ഞാൻ ഈ കാഴ്ചയാണ്. ഇതിനെപ്പറ്റി എനിക്കൊരു പിടുത്തമല്ല. അടിച്ചോട്ടൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് കണ്ടോണ്ട് ഡബർ തോട്ടം അടിച്ചു വരും. ഇപ്പം പിന്നെ നേരം വൈകിട്ടായാലും നീച്ചിക്കണ്. പേരന്റെ ചുറ്റും ഡബർ തോട്ടായാലും പെരിയിൽ വർഗില്ല എന്നാ വലിയ അറിയുന്നത്. പിന്നെ വർഗ് കൊടുക്കാൻ ഞങ്ങൾ രണ്ടാളും പോയി. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം റീൽസിന്റെ ഷൂട്ടിങ്. ആ പറഞ്ഞത് കാര്യമായിട്ടാണോ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അത് കഴിഞ്ഞ് ഇമ്മയും വലിയമ്മയും നോമ്പൊക്കെ തുറക്കാതെ ഫുഡ് ഉണ്ടാക്കി തുടങ്ങി. പിന്നെ ഞാൻ പോയി കുറച്ചു നേരം കടക്കാന്ന് കരുതി. അപ്പോഴാണെങ്കിൽ കറണ്ടും പോയി. പിന്നെ ഒന്നും നോക്കിയില്ല. കട്ടിലിന്റെ അടിയിൽ ചൂടില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിന്റെ അടിയിൽ കയറി കിടന്നു. ഒന്ന് ഉറങ്ങി നീച്ചതിന് ബാങ്ക് കൊടുക്കാൻ ടൈം ആയി. പിന്നെ ഞാനും അനിയനും കുളിച്ചു മാറ്റി നേരെ പള്ളിയിൽ പോകുകയും പള്ളിയിലാണെങ്കിൽ ആരും കാണാനില്ല. പിന്നെ നേരെ അപ്പുറത്തെ വരിയിൽ നിന്ന് വെള്ളം കൊടുന്ന് ഐസിങ് കട്ടിങ് കൊടുന്ന് നാരങ്ങ പീല് തുടങ്ങി. ഈ പൂട്ടന്റെ വരിയത്തെ വെള്ളമായിട്ടോ നാരങ്ങ വീണത്. നാരങ്ങ പീയാണോ അതോ നാരങ്ങനെ കൊല്ലാണോ നോക്കാൻ അറിയുള്ളൂ. പിന്നെ നോമ്പുറക്കുള്ള സാധനങ്ങളൊക്കെ എത്തി നോമ്പൊക്കെ തുറന്ന് നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ വരിയിൽ പോയി. പെരിയിലാണെങ്കിൽ നല്ല തേങ്ങാച്ചോടും ചിക്കൻ കറിയും. അത് കഴിച്ച് ഞങ്ങൾ വലിയമാരും കൊണ്ട് ഇടയ്ക്ക് സ്റ്റാൻഡിൽ പോയി. ഒരു ബൂസ്റ്റ് കുളിക്ക് 2 മാങ്ങി തിന്ന് ഞങ്ങൾ വരിയിൽ പോയി. അപ്പൊ ബാക്കി യൂട്യൂബിലുണ്ട്, പോയി കണ്ടോളി.